ഭാവപകർച്ചയുടെ കാഴ്ചയിലേക്ക് പോവുകയാണ്. അതായത് നമുക്കറിയാം, നമ്മുടെ കഥകളി ആചാര്യൻ കലാമണ്ഡലം ഗോപിയാശൻ, അദ്ദേഹം ആട്ടവിളക്കിന് മുന്നിൽ ഭരതനും ദശരഥനും ഒക്കെയായി, ഭീമനും ഒക്കെയായിട്ട് നമ്മുടെ മുന്നിൽ നിറഞ്ഞാടിയ വലിയ കലാകാരനാണ്. ഇപ്പോൾ നമ്മുടെ കലാമണ്ഡലം ഗോപിയാശാൻ പുതിയൊരു വേഷത്തിലേക്ക് പോയിരിക്കുകയാണ്. അദ്ദേഹം എന്ത് വേഷമാണ് കെട്ടിയിരിക്കുന്നതെന്ന് ചോദിച്ചാൽ അരങ്ങുകളോടൊക്കെ വിട പറഞ്ഞിട്ട് ഇപ്പോൾ ക്രിക്കറ്റ് ലോകത്തേക്ക് ഇറങ്ങുകയാണ് നമ്മുടെ ഗോപിയാശാൻ. അതുകൊണ്ട് കൂടിയാണ് പ്രായത്തിൻ്റെ അവശതകളൊക്കെ മറന്നും അദ്ദേഹം ക്രിക്കറ്റ് കളിക്കാനായി മൈതാനിയിലേക്ക് എത്തിയത്. ബാറ്ററായി എത്തിയ ഗോപിയാശാനോടൊപ്പം കളിക്കാൻ കൂടിയതാകട്ടെ ഗാനരചയിതാവായ BK ഹരിനാരായണനും. തൃശ്ശൂരിൽ നിന്ന് ലെവിൻ കെ വിജയൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഭീമനായും ബാഹുകനായും നളനായും അരങ്ങുകൾ കീഴടക്കിയ ആശാന് കഥകളിയോളം ഇഷ്ടമാണ് ക്രിക്കറ്റും. ഈ ഇഷ്ടം പലതവണ തുറന്നു പറഞ്ഞിട്ടുണ്ടെങ്കിലും അദ്ദേഹം ഒരു ബാറ്ററായി ക്രീസിലെത്തുന്നത് ഏറെ കാലത്തിന് ശേഷമാണ്. തൃശൂർ ആത്രേയ ക്രിക്കറ്റ് അക്കാദമി നടത്തുന്ന ടൂർണമെന്റിൽ ഉദ്ഘാടകനായതോടെയാണ് അദ്ദേഹം വീണ്ടും ബാറ്റ് ഏന്തിയത്. ചടങ്ങിൽ പങ്കെടുത്ത സുഹൃത്തും ശിഷ്യനുമായ ഗാനരചയിതാവ് BK ഹരിനാരായണനും കളിക്കാനായി ഒപ്പം കൂടി. പരിശീലകനും മുൻ താരവുമായ P ബാലചന്ദ്രനും ആത്രേയ ക്രിക്കറ്റ് അക്കാദമി അധികൃതരും ചടങ്ങിൽ പങ്കെടുത്തു. ക്രിക്കറ്റ് പ്രേമിയാണ്. ക്രിക്കറ്റ് പ്രേമിച്ച കളിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് കളിക്കേണ്ട കാര്യത്തിലല്ല, കാണാൻ വൺ ഡേ കാണാറുണ്ട്, 2020 കാണാറുണ്ട്, IPL ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ, അത് മുടങ്ങാതെ കാണാറുണ്ട്. രാത്രി 11 മണി ഒക്കെ ആവും. അതുവരെ ഉറക്കമൊഴിച്ചിരുന്നിട്ട് ഭക്ഷണം കഴിക്കലും കൂടി ചിലപ്പോൾ അത് കഴിഞ്ഞിട്ടേ ഉണ്ടാവുള്ളൂ. അത്രയ്ക്കും ഉത്സാഹമാണ്. അണ്ടർ 22 തലത്തിലുള്ള 12 ക്ലബ്ബുകളാണ് ആത്രേയ ക്രിക്കറ്റ് അക്കാദമി നടത്തുന്ന ടൂർണമെന്റിൽ പങ്കെടുക്കുക. ഒരുപാട് ക്രിക്കറ്റേഴ്സ് ഉണ്ട്. നമ്മുടെ ടീം എന്ന് പറയുന്നത്, നമ്മുടെ കേരളം എന്ന് പറയുന്നത് ഫൈനലിലെത്തിയ ഒരു കാലത്തു കൂടിയാണ്. നമ്മൾ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഫൈനലിലെത്തിയ ഒരു കാലത്താണ്. തീർച്ചയായിട്ടും അതൊക്കെ ഇവർക്ക് ഇൻസ്പിറേഷൻ ആവട്ടെ. ആത്രയിൽ നിന്നും ഇനി നമ്മൾ കാണുമ്പോൾ രഞ്ജിയും ഒക്കെ കളിക്കുന്ന, അല്ലെങ്കിൽ ഇന്ത്യക്ക് വേണ്ടി കളിക്കുന്ന കുട്ടികൾ ഇവിടെ നിന്നും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. സന്തോഷം. കഥകളി അരങ്ങുകളിൽ നിന്ന് വിരമിച്ച ശേഷം ക്രിക്കറ്റ് മത്സരങ്ങൾ കാണാനും മറ്റുമാണ് അധിക സമയവും ചിലവിടാറുള്ളതെന്ന് ഗോപിയാശാൻ പറയുന്നു. IPLലും ഇന്ത്യയുടെ അന്താരാഷ്ട്ര മത്സരങ്ങളും മുടക്കമില്ലാതെ കാണും. മലയാളികളടക്കമുള്ള ഓരോ ക്രിക്കറ്റ് താരങ്ങളുടെ പേരുകളും അതുകൊണ്ട് തന്നെ മനഃപ്പാഠമാണെന്ന് ഗോപിയാശാൻ പറയുന്നു. ന്യൂസ് മലയാളം, തൃശൂർ.